sorry. First of all, sorry to all of my viewers. എനിക്കിപ്പോൾ അത് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി. ഇറ്റ്സ് മൈ ഫാൾട്ട്. ഐ നോ. ഇറ്റ്സ് മൈ ഫാൾട്ട് ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ് നൗ. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അത് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അത് അറിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ തെറി വിളിച്ചോളൂ, ഒക്കെ ആയിക്കോളൂ. കാരണം ഇന്നലെ നിങ്ങളിൽ നിന്നും പലരുടെയും ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് എനിക്ക് വന്നിരുന്നു, കമൻറ്റ്സ് വന്നിരുന്നു, കോൾസ് വന്നിരുന്നു, ഒക്കെ. അപ്പോൾ അതിൻ്റെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇറ്റ്സ് മൈ ഫാൾട്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ തെറ്റ് തന്നെയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഏപ്രിൽ 8-ാം തീയതിയാണ് ഞാനിവിടെ ഫോട്ടോസ് കാണിക്കാം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. ലോഗോ വരാൻ പോകുന്നു, അല്ലെങ്കിൽ കോമണേഴ്സ് പ്രൊമോ വരാൻ പോകുന്നു, പ്രൊമോ അടുത്ത വീക്ക് വരും എന്നാണ് അറിഞ്ഞതെന്ന്. ആ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രൊമോ വരാൻ പോവുകയാണ്, നെക്സ്റ്റ് വീക്ക് വരും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മേ ബി വിഷു ഉണ്ട്. ഇനി വിഷുവിനെ റിലീസ് ചെയ്യാനാണോ എന്നറിയില്ല. ആ വീഡിയോ പോയി കണ്ടു നോക്കാം. കുറേ പേര് പറയുന്നുണ്ട്. അപ്പം അറിഞ്ഞ വിവരം അങ്ങനെ തന്നെയാണ്. 100% കൺഫേംഡ് ആണ്. ഞാൻ അറിഞ്ഞ കാര്യം ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, വിഷുവിന് വരും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് വീക്ക്, അപ്പോൾ വിഷു ആയിരിക്കാം മേ ബി എന്ന് ഞാൻ അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സംശയം മാത്രമാണ്, ഇനി വിഷു ആയതുകൊണ്ട് ഏപ്രിൽ 14-ാം തീയതി എങ്ങാനും പ്രൊമോ വരുമോ? ഏപ്രിൽ 13-ാം തീയതി നമ്മുടെ പുഷ്പ പ്രീമിയർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാനിടുന്ന വീഡിയോസ് തുടക്കം ഒരു 2 മിനിറ്റ്സ് പോലും കാണാതെ അതിനെ ജഡ്ജ് ചെയ്യുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. ഓക്കെ, എന്തോ ആവട്ടെ. ആ വീഡിയോയുടെ കോണ്ടന്റ് മീൻസ് ആക്ച്വലി അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് പ്രൊമോ നെക്സ്റ്റ് വീക്ക് വരും. പക്ഷേ നെക്സ്റ്റ് വീക്ക് വിഷു ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഈസ്റ്റർ. എന്നൊരു സ്കോപ്പ് ഉണ്ട്. ഞാനത് 2 കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. വിഷു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് പറഞ്ഞു ഇവിടെ ഈസ്റ്റർ ഉണ്ട്, അപ്പോൾ ഈസ്റ്ററിന് വരുമോ, ബറോസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ പ്രൈം ടൈമിൽ വരുമോ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പോസ്റ്റ്, അത് ഞാനിവിടെ വെക്കാം, കണ്ടല്ലോ ആ പോസ്റ്റ് വന്നത്. ആ പോസ്റ്റ് വന്നപ്പോൾ തന്നെ ആക്ച്വലി നമുക്ക് ബിഗ് ബോസിൻ്റെ പ്രൊമോയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ഞാൻ ഏഷ്യാനെറ്റ് ആ വീഡിയോക്കകത്തുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. പക്ഷേ ബിഗ് ബോസിൻ്റെ പ്രൊമോ അന്നത്തെ ദിവസം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞു ഇവിടെ ഇന്ന് വരാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ബറോസിൻ്റെ ഇടയിലായിരിക്കാം വരാൻ സ്കോപ്പ് ഉള്ളത്, കാരണം ബറോസിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഫൈൻ. അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് കാത്തിരുന്ന പ്രേക്ഷകർ ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ സോറി. ഇനി ദെൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ബറോസിൻ്റെ ആ ഒരു മൂവി എനിക്കും പേഴ്സണലി താല്പര്യമുള്ളൊരു മൂവിയൊന്നുമല്ല, പക്ഷെ ഞാനും അതിരുന്ന് കണ്ടു. എപ്പോഴും ഈ ഒരു അവസരത്തിൽ എനിക്കൊരു പഴയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ ഇത് 3-ാമത്തെ ഇയറാണ്. 2023 ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങുന്നത്. മലയാളം സീസൺ 5 ൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തിരുന്നു, റിവ്യൂസ് എല്ലാം ചെയ്തു. നിങ്ങൾക്കറിയാം, ആ സമയം മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന അപ്പം മുതൽക്കുള്ള ഓഡിയൻസിനറിയാം ഞാൻ എന്ത് കാര്യമായാലും അത് അറിഞ്ഞിട്ട്, വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വന്ന് മാത്രമേ നിങ്ങളുടെ മുന്നിൽ പറയത്തുള്ളൂ. അത് അന്നും അങ്ങനെ തന്നെയാണ്, സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ കേസ് മാറ്റി വയ്ക്കാം, ആ കേസ് ഞാൻ പറയാം. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ വന്നത് പറഞ്ഞിട്ടുള്ളത്. അത് അത്രയും ജെന്യുവനായിട്ട് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ളത്. എവിക്ഷൻസ് ആയാലും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നടക്കാൻ പോകുന്ന സംഭവങ്ങളായാലും, കൺഫേംഡ് ലിസ്റ്റ് ആയാലും എല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളത് വീഡിയോ സഹിതം ചാനലിലുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടവർക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും ആക്ച്വലി നോ ഐഡിയ, നോ പ്ലാൻ. ഞാൻ അറിഞ്ഞ വിവരം എനിക്കത് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ ചോദിക്കുന്നതാണ്. ഞാനും പണ്ട് പല വലിയ യൂട്യൂബേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ബിഗ് ബോസിന് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്? ഞാൻ ചോദിച്ചിട്ടുണ്ട് പേഴ്സണലി. അപ്പം എനിക്കും അങ്ങനത്തെ ചോദ്യം, നിങ്ങൾക്ക് എവിടെ നിന്ന് ആൻസിഫൈ ഇത്രയും അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടുന്നതെന്ന് പലരും ചോദിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആ സന്തോഷത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങൾ എനിക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ചാനൽ കയറുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്.
അല്ലാതെ എൻ്റെ റിവ്യൂ കാണാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കൊടുക്കുന്ന അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഓഡിയൻസ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ റിവ്യൂവും കൂടി തട്ടിമുട്ടി അങ്ങ് പോകുന്നു. ഞാൻ വലിയൊരു യൂട്യൂബർ അല്ല, വലിയൊരു സെലിബ്രിറ്റി അല്ല, ഞാനൊരു സാധാ കോമൺ മാൻ. ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയോ കയറി ഇങ്ങനെ ഇതുവരെ എത്തി. ഇപ്പം നിൽക്കുന്ന ഈ ഒരു 70K ഫാമിലിയിലോട്ട് എത്താൻ പോകുന്നു, അവിടെ എത്തി. അപ്പോൾ ഞാൻ ഓരോ തവണയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നോക്കും. അതൊരിക്കലും ഞാൻ അഹങ്കാരമായിട്ടോ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടോ ബിഗ് ബോസിൻ്റെ വലിയ ഫാനാണെന്നോ അല്ല ബിഗ് ബോസിൻ്റെ വലിയ സംഭവമാണ് ഞാനെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും ഇന്നത്തെ വരെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ഐ ലവ് ദറ്റ് ഷോ. എനിക്ക് ആ ഷോ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോയെ സംബന്ധിക്കുന്ന ഏതൊരു വിവരം ആയിക്കഴിഞ്ഞാലും ഞാൻ അറിയുമ്പം അത് എന്നെപ്പോലെ തന്നെ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിതെല്ലാം വന്ന് വേഗത്തിൽ നിങ്ങളോട് പറയുന്നത്. പക്ഷെ അത് ഇന്നലത്തെ കേസിൽ എനിക്ക് ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇന്നലെ അത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ എത്തിയിട്ടും അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. നല്ല കമൻസും മോശം കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് വേറെ നിവർത്തിയില്ല അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ. സീസൺ 6 എൻ്റെ കൂടെ നിന്ന് എൻ്റെ വ്യൂവേഴ്സിനൊക്കെ അറിയാം എന്താണ് പറ്റിയിട്ടുള്ളതെന്ന്, എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് എന്നുള്ള കാര്യം അറിയാം. സീസൺ 5 ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് എന്നറിയാം. ഇനിയിപ്പോൾ ഇതിന് താഴെ വരുമായിരിക്കും ഞാൻ സ്വയം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പൊക്കി പറഞ്ഞു? ആക്ച്വലി ഞാൻ എന്താ പൊക്കി പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള മുമ്പത്തെ ന്യൂസസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിന് ഈ പറഞ്ഞ പ്രൊമോയുടെ കേസിന് എനിക്ക് മറുപടി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോൾട്ടാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്കിപ്പോഴും എങ്ങനെയാണ് അറിഞ്ഞതെന്നോ എവിടെ നിന്നാണ് അറിഞ്ഞതെന്നോ ആരാണ് ഞാൻ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ തിരിച്ചു വിട്ടതെന്നോ ഒന്നും പറയുന്നില്ല. ഞാൻ അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ഒരു ന്യായീകരണമായി പോകും. അതുകൊണ്ട് സ്റ്റിൽ ഞാനിപ്പം ആ ഒരു ടോപ്പിക് എന്തുകൊണ്ട് പ്രൊമോ വന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിന് വ്യക്തമായൊരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒത്തിരി പേര് പിന്നീട് പറയും ഞാൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഇട്ടു, എന്തുകൊണ്ട് പ്രൊമോ വന്നില്ല എന്നുള്ളതിനെ ന്യായീകരിച്ചൊരു വീഡിയോ ഇട്ടു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ന്യായീകരിക്കുന്നില്ല. ഓക്കെ, ഇറ്റ്സ് മൈ ഫോൾട്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം ഞാനങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ പേര് ഇവൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് അടിക്കണം, അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കരുത്, ട്രസ്റ്റ് പോയി, ഇവൻ ഫേവറേറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അൻസിഫ് മൂഞ്ചിക്കൽ മീഡിയ അല്ലേ? ഞാനത് ആലോചിക്കുന്നു, ഇന്നലെ ദ ഫസ്റ്റ് തിങ് ഞാൻ ഇന്നലെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇട്ടതിൽ ആദ്യമായിട്ട് തെറ്റിപ്പോകുന്നൊരു സംഭവം ഇതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. സീസൺ 6 നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനോട് ഞാൻ ഡിസംബർ ആയപ്പോൾ ഞാൻ പറഞ്ഞത് പ്രൊമോ ജനുവരി ഫസ്റ്റ് വീക്ക് വരും. ജനുവരി 1 മുതൽ ജനുവരി 14 അല്ലെങ്കിൽ ഒരു 15 എപ്പോൾ വേണമെങ്കിലും ലോഗോ വരാനുള്ള സാധ്യത ഉണ്ട്. ആരും എക്സ്പെക്റ്റ് കൂടി ചെയ്തില്ല, ആരും എന്നെ വിശ്വസിച്ചില്ല, ഞാൻ പറയുന്നത് അംഗീകരിച്ചില്ല. പക്ഷേ ജനുവരി 4 പ്രൊമോ വന്നു. ഓൾറെഡി 5 വരാനുള്ള പ്രൊമോയാണ്. നേരത്തെ കൂട്ടി പ്രൊമോ ലീക്കായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേ ഒരു ഹാപ്പിനെസ്സോടുകൂടി തന്നെയാണ് അറിഞ്ഞ കാര്യം നിങ്ങളോട് അറിയിച്ചത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കുറേ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അൻസിഫിന് ഇൻഫർമേഷൻ തന്ന ആൾ തെറ്റിച്ചതാണ്, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അവരാരാണോ പറഞ്ഞിരുന്നത്, ഒബ്വിയസ്ലി വീഡിയോസ് ഇടുമ്പോൾ തന്നെ അറിയാമല്ലോ, ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നതായിരിക്കും. അത് വീഡിയോസ് ഇടുന്ന എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നുകിൽ എവിടെന്നെങ്കിലും കണ്ട് കോപ്പി അടിച്ചിടുന്നു, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു. രണ്ടിലെങ്കിലും ഒന്നല്ലേ നടക്കുള്ളൂ. അത് സത്യം തന്നെയാണ്. പക്ഷേ എന്തിന് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, ആ ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പേഴ്സണലി ഇന്നലെ പ്രൊമോ വരാത്തതുകൊണ്ട് എവിടെ ബ്രോ പ്രൊമോ എന്ന് ചോദിച്ചവരുണ്ട്, എന്നെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചവരുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത ഒരു ഫോൾട്ട് മാത്രമേ നിങ്ങൾ ഇത്രയും നാൾ ഞാൻ വർക്ക് ചെയ്തിട്ട് കണ്ടുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടായി മീൻസ് ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഇരുന്നാണ് TV കാണുന്നത്. ഓക്കെ, എൻ്റെ ഫാമിലി, എൻ്റെ വാപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്, ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, ഗ്രാൻഡ് മദറുണ്ട്, കസിൻസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നലെ ബറോസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുക 8:15 പ്രൊമോ, ഫസ്റ്റ് പ്രൊമോ, 8:20 പ്രൊമോ. ആ പ്രൊമോയിൽ വരും. എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാർ തന്നെ ചോദിച്ചു, അൻസിഫ്
അച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. എന്ത് പറ്റിയടാ, എന്ത് പറ്റി, നിനക്കങ്ങനെ വരാറുള്ളല്ലോ. ഞാൻ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കുമോ, സിനിമ തീരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കുമോ എന്നൊക്കെ ഞാനും എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഇന്ന് കൂടി ഇപ്പം ഞാൻ കോളേജിൽ എനിക്ക് കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാമാണ്, എന്നിട്ട് കൂടിയും ബിഗ് ബോസിൻ്റെ അടുത്ത് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഇന്നലെ ആ വീഡിയോ ഞാനത് കണ്ടിട്ടേ പോവുള്ളൂ, എനിക്കത് കാണണം, അത് കണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്രയും വേഗം എത്തിക്കണം എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിന്നത്. എന്നിട്ട് കൂടി ഞാൻ ഈ എക്സാമിൻ്റെ ഇതൊക്കെ നേരത്തെ രാവിലെ കൂട്ടി തന്നെ എല്ലാം പഠിച്ച് മാറ്റി വെച്ച് ആ ടൈമിന് വേണ്ടി ഫ്രീ ആയി വീഡിയോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് പ്രൊമോ വരാതിരുന്നപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ 2 വ്യൂ പറയുന്നതാണ്. നിങ്ങളുടെ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള ഞാൻ തിളക്കി ചിന്തിക്കുമ്പം നമ്മൾ അൻസിഫ് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്രയും വലിയൊരു കള്ളം എനിക്ക് പറയേണ്ട ആവശ്യം എന്തിനാണ്? എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഇത്രയും വലിയൊരു കള്ളം പറയേണ്ടത്? ആ ടോപ്പിക്ക് തന്നെ ഞാനൊരു 3-4 വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ട്, ആ ടോപ്പിക്ക് മാത്രം. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് വ്യൂസ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമല്ല. ഞാനത് നിങ്ങളിലേക്ക് ഞാൻ അറിഞ്ഞ എന്ത് സന്തോഷത്തോടെയാണ് ഞാൻ വന്ന ആ കാര്യം നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളത് എടുത്ത് ഏത് സെൻസിലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഭയങ്കര ഹാപ്പിനെസ്സോടുകൂടിയാണ് ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും ഞാനത് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്ത പണിയല്ല. കാരണം ഇത് വ്യൂസ് ആയിക്കോട്ടെ, സബ്സ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കുറേ ആൾക്കാർ ഇതിനോട് നല്ല റെസ്പോൺസ്, അൻസിഫ് ഈ ഒരു കാര്യം തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അൻസിഫിനെ ഒരിക്കലും നമ്മൾ എന്തില്ല തള്ളി പറയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അൻസിഫ് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള വർക്കുകൾ നമ്മൾ കാണാതെ പോയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്കറിയാം, ദേ നോ ചാനലിൽ സ്റ്റിൽ റിമെയിൻ ആയിട്ട് ആ ഒരു 2 ഇയർ ഉണ്ട്, 2 ഇയർ അല്ല, ആ ഒരു 1 ഇയർ. ഇപ്പം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 സമയത്തുള്ളവർ മാത്രം മതി, അവർക്കും അറിയാം ഞാൻ എത്രത്തോളം. കാരണം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയുടെ മുന്നിലും വീഡിയോയുടെ പിന്നിലും കഥ 2. ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ആളല്ല. ബിഗ് ബോസിനെ കുറിച്ചുള്ള ഓരോ വിവരങ്ങളും അറിയാനും അത് കണ്ടെത്താനും ഒക്കെ ആയിട്ട് ഒത്തിരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എത്ര ദിവസങ്ങൾ മാറ്റി വയ്ക്കാറുണ്ടെന്ന് അറിയാമോ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അൻസിഫ് നമ്മളെ പറ്റിച്ചു, കുറേ ചീത്തവിളി ഞാൻ അതിനകത്ത് കണ്ടതാണ്. ഇഷ്ടം പോലെ ചീത്തവിളി, എൻ്റെ വീട്ടുകാരെ, എന്നെ, ഭയങ്കര ചീത്തവിളി, അതെല്ലാം ഞാൻ കണ്ടതാണ്. റിയാക്ട് ചെയ്യാം, ഓക്കെ, നിങ്ങൾ റിയാക്ട് ചെയ്തതിനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പ്രൊമോ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ പ്രൊമോ എവിടെ പോയി അൻസിഫെ കാത്തിരുന്ന് നിരാശപ്പെടുത്തില്ല. ഞാൻ മാന്യമായിട്ടുള്ള എല്ലാ കമൻസും ഞാൻ വായിച്ചായിരുന്നു. പക്ഷേ ദേഷ്യമല്ല, അതിൻ്റെ ഒരു എക്സ്ട്രീം തെറിവിളിയിലേക്ക് പോയ കമൻസുകൾ ഞാൻ വായിച്ചിരുന്നു, DM മെസ്സേജസ് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതൊന്നും ഇത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ചാനൽ ഇഷ്യൂ വരും. അപ്പം എൻ്റെ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇത്രയും വലിയ എൻ്റെ ചാനൽ ഇത്രയും ഈ ഒരു 70K എത്താൻ പോകുമ്പോൾ അതിന് അത്രയും റെപ്യൂട്ടേഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഉറപ്പാണ് എൻ്റെ ചാനലിലുള്ള അല്ലെങ്കിൽ ഒരു 69K സബ്സ്ക്രൈബേഴ്സും അവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള അപ്ഡേറ്റ് അറിയാനാണ് എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഓരോ വിവരം ഞാൻ അറിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുന്നിൽ അത് കൊണ്ടുവരുമ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസും അത്രയും ജെനുവിനിറ്റി ഉള്ള സംഭവമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാനത് വന്ന് പറയത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ റെപ്യൂട്ടേഷനാണ് പോകുന്നത്. ഞാൻ വീഡിയോ പടപട ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ മാത്രമല്ല എക്സിസ്റ്റൻസ് ഉള്ളത്. ബിഗ് ബോസ് തുടങ്ങുമ്പോഴും ബിഗ് ബോസിൻ്റെ പ്രൊമോ വരുമ്പോഴും അതിൻ്റെ ചർച്ചകൾ എനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ ഈ ചെയ്ത കള്ളങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം പൊങ്ങി വരും. അപ്പോൾ എനിക്ക് ഈ പറയുന്ന കള്ളങ്ങൾ പോലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചു. എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ സീസണിൻ്റെ ചർച്ചകൾ കൂടുതലായിട്ട് തുടങ്ങി വെച്ചത്, ഇനിയിപ്പോൾ ഞാൻ പൊക്കി പറയുന്നതാണെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ പേജിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലാണ് സെറ്റ്, പുതിയ സെറ്റ് വാങ്ങിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഷോ തുടങ്ങാൻ പോകുന്ന കൺഫേംഡ് ഡേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, August 3rd. അതോടൊപ്പം തന്നെ കോമണാസിൻ്റെ പ്രൊമോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു തന്നെയല്ലോ. ഓക്കെ, ഞാൻ വേറെ ചാനലുകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും കടക്കുന്നില്ല. ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ വർഷം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോകും. ഈ വർഷം കോമണാസിന് പങ്കെടുക്കാമെന്നും കോമണാസിന് വേണ്ടി ഒരു പ്രൊമോ തയ്യാറാവുന്നുണ്ടെന്നും ഈ വർഷം ആര് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞത്? ആരുടെ ചെവി വഴി കേട്ടാണ് നിങ്ങൾ അറിഞ്ഞത്? ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനാണ് അതിനെക്കുറിച്ച് ആദ്യം ഒരു ടോപ്പിക്ക് കൊണ്ട് വീഡിയോ ഇട്ടത്. അതിനെക്കുറിച്ചായാലും ചെന്നൈ സെറ്റിൻ്റെ പുതിയ സെറ്റ് വാങ്ങിച്ച കാര്യമായാലും അതൊക്കെ ഞാനാണ് ആദ്യം ഇട്ടത്, ആദ്യം പറഞ്ഞത്. ഞാൻ അത് പൊക്കി പറയുന്നതല്ല, ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇത്തവണ കോമണാസ് പ്രൊമോ ഉണ്ട്. ഞാനത് വന്നിട്ട് നിങ്ങളോട് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. കോമണാസ് പ്രൊമോ ഉണ്ട്, അതിന് ലിങ്ക് വരും, വെബ്സൈറ്റ് എഴുതി കാണിക്കും. ആ വെബ്സൈറ്റ് ഫോണിൽ ടൈപ്പ് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ തവണത്തെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇത്തവണ വരുന്നത്
എന്ന് ഞാൻ വളരെ മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു കള്ളം ഞാൻ പറയുമ്പോൾ അത് നടക്കില്ല എങ്കിൽ അത് ആർക്കാ തിരിച്ചടി? എനിക്കാ തിരിച്ചടി. ദി സ്പോട്ട്, ഈ നിമിഷം ഞാൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഡേറ്റ് പറയുന്നില്ല അതിന്, കാരണം ഞാൻ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ആവുന്നോ ആവില്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് വരും. ഞാൻ ഈ പറഞ്ഞ പോലെ കോമണേഴ്സ് പ്രൊമോ ഉണ്ട്, ലിങ്ക് ആണ് വരുന്നത്. ലിങ്ക് ടൈപ്പ് വെബ്സൈറ്റ് വരും, വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക, വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. അങ്ങനെ ഒരു സംഭവം വരും. ഇത് ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു 100 പേര് കോപ്പി അടിച്ചിട്ട് അത് വേറൊരു കാര്യം, അത് അവിടെ ഇട്ടോട്ടെ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഇളക്കി വിട്ടത് ഞാനാണ്. അതുപോലെ തന്നെ ടോപ്പിക്ക് ഇളക്കി വിട്ടതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ശരിയോ തെറ്റോ ആവട്ടെ, വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചിലപ്പോൾ ഇന്ന് വരാം, ചിലപ്പോൾ നാളെ വരാം, ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വരാം. എന്തായാലും ഉടനെ ആ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കിപ്പോൾ അത്ര ഉറപ്പ് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഷൂട്ട് ചെയ്ത സാധനമാണ്, ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എത്ര നാൾ പിടിച്ചു വയ്ക്കുമെന്ന് അറിയണമല്ലോ. കാരണം ഇന്നലെ വരും എന്ന് പറഞ്ഞ സാധനമാണ്, ബറോസിൻ്റെ ഇടയിൽ വിടും എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് തന്നെ പോസ്റ്റ് ഇട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ പോസ്റ്റ് കണ്ടിട്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു എക്സാമ്പിളോട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് നാൾക്ക് മുന്നേ നമ്മുടെ കളേഴ്സ് തമ്മിൽ വെച്ചിരുന്ന ഒരു പോസ്റ്റ് കണ്ടല്ലോ, ബിഗ് അനൗൺസ്മെൻറ്റ്. ഈ പോസ്റ്റ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് തന്നെയായിരുന്നു, ബിഗ് ബോസിൻ്റെ പ്രൊമോ ആയിരുന്നു, റീടെലികാസ്റ്റ് ആയിരുന്നു. ഈ പോസ്റ്റ് കണ്ടിട്ട് ബിഗ് ബോസിൻ്റെ ബറോസിൻ്റെ പോലത്തെ ആ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ പേഴ്സണലി അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ വന്ന് നിങ്ങളോട് വീഡിയോ ഇട്ട് ഇവിടെ ഞാൻ അന്വേഷിച്ചു. അപ്പം ഞാൻ അറിഞ്ഞത് ബറോസ് അല്ല സംഭവം, ബിഗ് ബോസ് തന്നെയാണ്, അതിനിടയ്ക്ക് വരും. എന്നിട്ട് ബറോസിൻ്റെ ഇടയിൽ കൂടെ വന്ന് പറയുന്നത് എനിക്ക് തലയ്ക്ക് വട്ടില്ല. എൻ്റെ ചാനലിലെ ഇത്രയും മെമ്പേഴ്സുള്ള എൻ്റെ ചാനലിലെ അത് അന്നമായിട്ട് കാണുന്ന എൻ്റെ ഒരു 22 വയസ്സായ സ്റ്റുഡൻ്റാണ്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻ്റായ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി വേറെ ആരെയും കാര്യം എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലേ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് വരുമാനം, അല്ലെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന എൻ്റെ ലൈഫ് നിങ്ങൾ ഇത്രയും വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഒരിക്കലും ഞാൻ അതിനെ തള്ളി പറയില്ല. പക്ഷേ അത്രയും വലിയൊരു ചാനലിൽ വന്ന് ഇത്രയും വലിയൊരു കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ തെറ്റ് ഞാൻ പറയുന്നു, തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ പ്രൊമോ വന്നില്ല, പക്ഷേ അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഡേറ്റും സമയമൊന്നും പറയുന്നില്ല, അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും കോമണേഴ്സിൻ്റെ പ്രൊമോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇനി അടുത്ത് അതുപോലെ തന്നെ ചെന്നൈ സെറ്റിലെ കാര്യം ഞാൻ പറഞ്ഞു. പുതിയ സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ സെറ്റിലാണ് നമ്മുടെ പരിപാടീസൊക്കെ, പുതിയ സെറ്റിലാണ് മലയാളം ബിഗ് ബോസ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കൺഫേംഡ് ഡേറ്റ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ട് കൺഫേംഡ് ഡേറ്റ് എന്ന് ഇപ്പോൾ അറിഞ്ഞതാണ്. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആ സമയം കഴിഞ്ഞ വർഷത്തെ പോലെ വരുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് മാറും, പക്ഷേ ഇപ്പം മാറത്തില്ല, 3-ാം തീയതി തന്നെയാണ് എന്ന് ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. എന്തോ ആവട്ടെ, ആ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി ഇതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇപ്പം ഇന്നലെ നടന്ന വീഡിയോ എനിക്ക് പേഴ്സണലി നേട്ടം ഉണ്ടായിട്ടുള്ളത്, പലപ്പോഴും ഞാനിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ സമയം കാണിച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ എന്തിനാണ് അൻസിഫ ഇങ്ങനെ സമയം കാണിക്കുന്നത്? അൻസിഫ തന്നെയാണ് പറയുന്നത്, നമ്മൾ പൊക്കി പറയുക, ഇപ്പോൾ നീ തന്നെ പൊക്കി പറയുകയാണ്. ഞാൻ പൊക്കി പറയുന്ന അല്ലടാ, അത് എന്തിനാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് അറിയാവോ? ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ഒരു 100 കോപ്പീസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വരും. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഇട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ കൊളാബ് വരാറുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഇതൊക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇട്ടോ, ഓക്കെ ഫൈൻ. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം എന്താ പറയുന്നതെന്ന് അറിയാവോ? ഞാനാണ് ഈ പേജുകളിൽ നിന്നും കോപ്പി അടിച്ചെടുക്കുന്നത്. മനസ്സിലായോ? ഞാനാണ് ഈ പേജുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? കോപ്പി അടിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കാണുമ്പോൾ പേഴ്സണലി ഞാൻ എത്രയും വളരെ ബുദ്ധിമുട്ടി അറിഞ്ഞ ഒരു സംഭവം, അവർ കോപ്പി അടിക്കുന്നതോ അടിച്ചോട്ടെ, എൻ്റെ പേര് വീണ്ടും അതിനകത്ത് കൊണ്ട് വലിച്ചിട്ട് ഞാൻ അവരുടെ പേജിൽ നിന്ന് അടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളടുത്ത് പലതവണയായിട്ട് സമയം നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചത്. കാരണം യൂട്യൂബ് സമയം കാണിക്കില്ല, യൂട്യൂബ് തീയതി മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്ന് പല കാര്യങ്ങളും നിങ്ങളോട് അങ്ങനെ പറയുന്നത്. ഞാൻ ആ പരിപാടി നിർത്തുകയും ചെയ്തതാണ്. പിന്നെ മറ്റൊരു ചാനലിൽ ഞാൻ ആ ചാനലിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഒട്ടുമേ താല്പര്യമില്ല. കാരണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞതാണ്, അൻസിഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവരതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട്, അൻസിഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അവരതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിട്ടേക്കുക, അത് അവരുടെ കാര്യം, നമ്മൾ എന്തിനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. അവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടുന്ന ഒരു സാധനം, ഞാൻ എന്തിടുന്നോ, പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്നോ, ലിസ്റ്റ് ആ നമ്പേഴ്സ് പോലും മാറാതെ, ഒന്നാമത്തെ പേരാരുടെയാണോ, രണ്ടാമത്തെ പേരാരുടെയാണോ, മൂന്നാമത്തെ പേരാരുടെ, ആ പേരുകൾ അതുപോലെ അതുവരെ ആ പേര് പറയത്തില്ല. ഞാൻ ഇട്ട് ഒരു 15 മണിക്കൂർ അതിനുള്ളിൽ വീഡിയോ സെയിം അതുപോലെ വന്നിരിക്കും. ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല, കാണുന്ന അരിയാഹാരം തിന്നുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കറിയാം ആ ചാനലിൻ്റെ ഓണറും വന്നപ്പോൾ ഇതിരുന്ന് കാണുന്നുണ്ടാവും, കാരണം അവർക്ക് അടുത്ത് അടിച്ച് മാറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പണി തുടർന്നോളൂ.
ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കാനോ പറയാനോ ഒന്നിനും വരുന്നുമില്ല. നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരാൻ പേഴ്സണലി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഞാൻ ഇതിനകത്ത് വന്ന് പറയാത്തത്. നിങ്ങളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പണിയും അതുപോലെ ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസും അല്ലെങ്കിൽ മെനിങ്ങാത്ത വീഡിയോസ് എല്ലാം അതിനകത്ത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിലും പോയിട്ട് ആൾക്കാർ നല്ല രീതിക്ക് തെറി വിളിക്കുന്നുണ്ട്. എടാ ഡാഷേ, നീ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നതല്ലേ, നിനക്കത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ട് നിലപാട് ഉറപ്പൊന്നുമില്ല. ഞാൻ ആ കമൻറ്റ് വെക്കാം, ഞാൻ പേര് മാച്ചിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പേഴ്സണലി. കാരണം അങ്ങനെയെങ്കിലും തിരിച്ചടികൾ കിട്ടാനുള്ളവർക്ക് കിട്ടട്ടെ. ഇന്നലെ ഞാൻ പ്രൊമോ വരും എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേജസ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു, പ്രൊമോ വരും എന്നൊക്കെ എൻ്റെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്നത് അങ്ങനെയാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കമൻസ് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇൻസൾട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കമൻസ് ഞാൻ പറയാം. അൻസിഫ് എല്ലാ വീക്കും വന്നിട്ട് പറയും ഇപ്പോൾ വരും, ഞങ്ങൾക്കും അറിയാൻ വരുമെന്ന്. ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയും പോലെ വന്നാൽ പറയും ഞാൻ പറഞ്ഞില്ലേ വരും. ചക്ക വന്നിട്ട് ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയും. എന്നിട്ട് അതുപോലെ വന്നാൽ പറയും ഞാൻ പറഞ്ഞില്ലേ വന്നെന്ന്. എൻ്റെ പൊന്നു സഹോദര, പേരെന്താ? വിനീത് നായർ. ഞാൻ നിങ്ങളുടെ ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. താങ്കളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചക്ക വീണ് മുയൽ ചേർത്ത സാധനമല്ല ബിഗ് ബോസ്. ഞാൻ ഈ കോമണസ് പ്രൊമോയുടെ കാര്യവും ലിങ്കിൻ്റെ കാര്യം അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യവും ചെന്നൈയിലെ സെറ്റിൻ്റെ കാര്യവും ഒക്കെ വന്ന് പറയുകയാണെങ്കിൽ ആ ചക്ക വീണ് മുയൽ ചത്തതല്ല. ഞാൻ കഷ്ടപ്പെട്ട് 2 വർഷം കൊണ്ട് 4 സീസൺ റിവ്യൂ അപ്ഡേറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മലയാളം സീസൺ 5, 6, തമിഴ് സീസൺ 7, 8 ഇത് 4 കഴിഞ്ഞതാണ് 2 വർഷം കൊണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ അൻസിഫ് അല്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയവും ഇത് വരുന്ന സമയവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, ബുദ്ധിമുട്ടി തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിന് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അത് ദയവ് കരുതി ചക്ക വീണ് മുയൽ ചത്തു ഇതുപോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ പറയാതിരിക്കുക. അത് ഞാൻ വൃത്തികേട് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വൾഗറായിയാണ് കാണുന്നത്. കാരണം ഞാൻ എന്തൊക്കെയോ വന്ന് വിളിച്ചുവാരി പറയുന്നു, നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എന്തൊക്കെയോ വന്നല്ല വിളിച്ചുവാരി പറയുന്നത്. ഞാൻ ഓഗസ്റ്റ് 3 കാര്യവും ചെന്നൈയിലെ സെറ്റിൻ്റെ കാര്യവും കോമണസ് പ്രൊമോയുടെ കാര്യം ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കും. പറയുന്നവർക്ക് ഒരു ലോജിക്കില്ലേ? അടുത്ത് അതുപോലെ തന്നെ പറയുന്നൊരു കുറച്ച് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് പേജിൽ വരുന്ന വാർത്ത നീ പറയും, അല്ല അത് നിനക്കൊന്നും ഏഷ്യാനെറ്റിൽ ഒരു സോഴ്സും ഇല്ല. എന്തോ ഒരു കൃപ എന്ന് പറഞ്ഞ ഒരാളാണ് പറയുന്നത്. കൃപ അൻസിഫ് പറയുന്ന കാര്യങ്ങളാണ്, വേറെ ഓരോ കാര്യങ്ങൾ എനിക്കറിയില്ല. അൻസിഫ് പറയുന്ന കാര്യങ്ങൾ ഏത് പേജിൽ കണ്ടിട്ടാണ് അൻസിഫ് വന്ന് പറയുന്നത്? എന്തായാലും ഇത്രയും നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് പേജിൽ കണ്ടിട്ടാണ് അൻസിഫ് വന്ന് ആ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, ഇനിയെങ്കിലും ഉറപ്പില്ലാതെ പ്രൊമോ വരും, നാളെ വരും എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് വരുമ്പോൾ വരും. അതെ, വരുമ്പോൾ വരട്ടെ. ഇനി അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഒരാൾ പെട്ടെന്നൊരു ദിവസം മോർണിംഗ് എനിക്ക് ബിഗ് ബോസിൻ്റെ ഒരു ലോഗോ ഒക്കെ അയച്ചു തന്നിട്ട് ബിഗ് ബോസ് ലോഗോ വന്നു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മെറ്റ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാങ്ക് കളിക്കരുത്, നമ്മുടെയൊക്കെ ലൈഫാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലെന്ന്. ഇന്നലെ പ്രൊമോ വന്നില്ല എന്ന് കണ്ട ഉടനെ തന്നെ അയാൾ എനിക്ക് റിപ്ലൈ ഇടുവാണ്, അങ്ങോട്ട് പ്രാങ്ക് തന്നാലോ തെറ്റ്, നീ പ്രേക്ഷകരെ പറ്റിക്കുന്നത് നിനക്ക് പ്രശ്നമല്ലേ എന്നുള്ള കാര്യം. പലരും യൂട്യൂബിലുള്ള പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളും അതുപോലെ തന്നെ ഏറ്റവും വലിയ സഹായികളും എന്ന്. എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. ശരിക്കും ഈ ഒരു നിമിഷത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ആ കമൻറ്റിൽ ബിഗ് ബോസ് സീസൺ 7 ലോഗോ വന്നു. ആ ലോഗോ എന്താണ് ചുമന്ന കളറിൽ തീ പോലെ പിടിച്ച ഒരു ലോഗോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിഫ് ബ്രോ ബിഗ് ബോസ് സീസൺ 7 ലോഗോ വന്നു, ഇത്തവണ റെഡ് ഡയമണ്ട് കല്ലുകൾ പതിപ്പിച്ച തീയുടെ നിറത്തിൽ എഴുതിയ 7 ലോഗോ ആണ് കാണിച്ചത്, അത്യുഗ്രൻ ലോഗോ ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ ലോഗോ കാണിച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്. ഇതറിഞ്ഞതും ഞാൻ ഉടനെ അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ കുറേ സമയം വേസ്റ്റായി. കുറച്ച് ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് തൊട്ടടുത്ത വീഡിയോ ഒരു ദിവസം ഞാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ ഭയങ്കര ഇത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് സംസാരിച്ച ഒരാൾ, അതിൻ്റെ താഴെ കുറേ പേര് ബ്രോ കണ്ടോ ആ ഞാൻ കണ്ടു, ഞാൻ എന്തിനാ കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരാളെന്നാണ്. കുറച്ച് കഴിഞ്ഞ് വേറൊരു വീഡിയോയിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് നല്ല പോസിറ്റീവ് കമൻറ്റ് ഇട്ട ആളിപ്പോൾ എന്താ നെഗറ്റീവ് ഇട്ട എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ആ അക്കൗണ്ട് എപ്പോഴാണ് തുടങ്ങിയെന്ന് നോക്കി. അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ ഫേക്ക് അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എനിക്കെതിരെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പലരും യൂട്യൂബിൽ അക്കൗണ്ട് വരെ തുടങ്ങി മനസ്സിലല്ലേ, പുതിയതായിട്ട് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടിൽ പുതിയതായിട്ട് തുടങ്ങി അൻസിഫിൻ്റെ ചാനൽ സെർച്ച് ചെയ്യുന്നു, വരുന്നു, കമൻ്റ് ഇടുന്നു.
ഇറ്റ്സ് എന്താ പറയുക ഒൺലി ഫോർ മേക്ക് മീ ഫൂൾ ഓർ ബി ലൈക്ക് ഞാനൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവൻ എനിക്ക് തോന്നുന്നു അത് മീൻസ് ഏതെങ്കിലും ഇനി ഈ പറയുന്ന പോലെ കോപ്പിയടി ചാനലുകളിൽ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹേറ്റേഴ്സ് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേറ്റേഴ്സ് വന്നിട്ട് നമുക്ക് തെറ്റായ ഒരു അപ്ഡേറ്റ് ചെയ്ത് അവർ ഒരിക്കലും ശ്രമിക്കില്ല, 4 പള്ള വിളിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. ഫൈനലി ഞാനൊരു കൺക്ലൂഷനിലേക്ക് വരാം. ഞാൻ ബിഗ് ബോസിൻ്റെ പ്രൊമോ വരും എന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ സോറി, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസിൻ്റെ പ്രൊമോ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. സോറി, ഞാനും വരും എന്ന് തന്നെയാണ് അറിഞ്ഞത്. എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ള കാര്യം വൈകാതെ ഞാൻ എനിക്ക് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊമോ ഉടൻ വരട്ടെ. ഉടൻ വരുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഇത്രയും തന്നെ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ന്യായീകരിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വന്ന് നിങ്ങളെ ചീത്ത വിളിച്ചായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ ഒക്കെ പറയാം. എക്സ്പ്ലനേഷൻ വീഡിയോ ഇടണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷേ വീണ്ടും മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത്. അത്രയേ ഉള്ളൂ. തിരക്കായിപ്പോയി, എക്സാം ആയിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.